ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നതിനെ കുറിച്ച് ബാക്കി എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയെ സംബന്ധിച്ച് ഭഗവത്ഗീതയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഇപ്പം അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ, അതിനെക്കുറിച്ച് ബാക്കിയൂടെ ഒന്ന് പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞ് നിർത്തിയിടത്തു നിന്ന് തുടങ്ങിയത് ഡെൻമാർക്കുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ സംസാരം തുടങ്ങിയത്. ഭഗവത്ഗീത ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ്, സ്കാൻഡിനേവിയൻ കൺട്രീസിലെ ഡെൻമാർക്ക് അവരെ നിയമത്തോടെ 10 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികളും ഭഗവത്ഗീത പഠിച്ചിരിക്കണമെന്ന് നിയമം രാജ്യത്ത് കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ 5ാം തരം മുതൽ അവന്റെ പുസ്തകക്കെട്ടിനകത്ത് ഭഗവത്ഗീതയുടെ ഒരു അതേ നാടിന്റെ ഭാഷയിലെ പ്രിന്റ് ചെയ്തൊരു സാധനം വേണം, അവനിത് പഠിച്ചിരിക്കണം. കാരണം മനുഷ്യനാക്കാൻ മനസ്സിന്റെ ശാസ്ത്രം പഠിക്കണം. മനസ്സിന്റെ ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ അവൻ മനസ്സിന്റെ തലത്തിലെത്തും. മനസ്സിന്റെ തലത്തിൽ നിന്ന് അവൻ ആത്മതലത്തിലെത്താനൊക്കും. അതുകൊണ്ട് അവനെ അറിയുക എന്നുള്ളതാണ് ഓരോ ജീവിക്കും അത്യാവശ്യമായിട്ട് വേണ്ടത്, സ്വയം അറിയുക എന്നുള്ളതാണ്. അതിന് പറ്റിയ മനസ്സിന്റെ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒറ്റ മതഗ്രന്ഥങ്ങളുടെ കൂട്ടം, ഗീത ഒരു മതഗ്രന്ഥമേ അല്ല, അത് മനസ്സിന്റെ ശാസ്ത്ര പുസ്തകമാണ്. മനസ്സുള്ള എല്ലാവരും ഇത് പഠിച്ചിരിക്കണം. മനസ്സിനെ മനസ്സിലാക്കാതെ നമുക്ക് ജീവിതത്തിന്റെ സുഖദുഃഖങ്ങളെ കൈകാര്യം ചെയ്യാനൊക്കത്തില്ല. ജീവിതം എന്താണെന്നുള്ളത്, ജീവിതത്തിന്റെ വ്യർത്ഥതയും അർത്ഥവും മനസ്സിലാവത്തില്ല. ഞാനൊരിക്കലെ 2003 KM മാണിയുടെ കേരളയാത്രയ്ക്ക് എഴുതി, ഗുരുവായൂരപ്പൻ ചൊന്നൊരുപദേശമൂറും ഗീത ഒരു വട്ടം വായിച്ചില്ല. പേര് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ കാശിലെ ഹെലികോപ്റ്ററിൽ കയറി അദ്ദേഹം ഗുരുവായൂരപ്പനെ എല്ലാ മാസവും 1-ാം തീയതി കാണാൻ പോകുമായിരുന്നെങ്കിലും ഗുരുവായൂരപ്പന്റെ ഗീത ആ മനുഷ്യൻ പഠിച്ചിട്ടില്ലായിരുന്നു. ഇന്ത്യയിലെ നേതാക്കള്, കേരളത്തിലെ നേതാക്കള്, ഒരു മനുഷ്യൻ പോലും ഗീത പഠിച്ചിട്ടില്ലെന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ നാശത്തിന് കാരണം. ഇനിയെങ്കിലും സിസ്റ്റർ പാസ്സാവുന്നതിന് മുമ്പേ ഒരു കുട്ടി ഒരു 5-10 വയസ്സ് മുതലേ ഗീത ഐച്ഛിക വിഷയമായിട്ടെടുത്ത് പഠിച്ചാൽ, അല്ല കമ്പൽസറി വിഷയമായിട്ടെടുത്ത് പഠിച്ചാൽ അവൻ സ്വയം അറിഞ്ഞാൽ ഇത്രയും അത്യാർത്ഥിയും ബഹളമൊന്നും ഭരണതലത്തിലും വരത്തില്ല, മതത്തിന്റെ തലത്തിലും വരത്തില്ല. മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കും. മാവേലി നാടു വാണിടും കാലം മാനവരെല്ലാരും ഒന്നുപോലെ എന്നൊക്കെയുള്ള നമ്മുടെ സ്വപ്നഗാനം എന്നാലേ സത്യമാവൂ. ഗീത സ്കൂളുകളിൽ ഡെൻമാർക്കിലെ പോലെ ഇവിടെ ഗീതയുടെ സ്വന്തം നാട്ടിലെ ഭാരതത്തിലെ സർക്കാർ ലെവലില് അത് നിർബന്ധ വിഷയമാക്കി പഠിപ്പിച്ചാലേ നമ്മുടെ നാട് ദൈവത്തിന്റെ നാടാവൂ, സംസ്കാരമുള്ള ഭാരതീയരാവും, എന്നാലേ ഇവിടം സ്വർഗമാവും. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ശരി, ഞാൻ എഴുതിയ പുസ്തകത്തെ സംബന്ധിച്ച് ഇത് ശാമുവൽ കൂടലിന്റെ സുവിശേഷം ഇതാണ് എന്റെ പുതിയ പുസ്തകം. ഇതിനകത്ത് ഓരോ അധ്യായത്തിലും അച്ഛന്മാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ അലപ്പ് നിർത്തിന്, ക്രിസ്തുവിനെ നിങ്ങൾക്ക് അറിയത്തില്ല, ക്രിസ്തു പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് സ്വയം ദൈവമാണെന്നുള്ള അറിവ് കിട്ടിയതുകൊണ്ട് ക്രിസ്തു അത് പറഞ്ഞതിനാ ക്രിസ്തുവിനെ അവരെന്ന് തല്ലിക്കൊന്നത്. ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള ഭാരതീയ ദർശനത്തിന്റെ പരമമായ സത്യമാണ്. ഞാനെന്ന ബോധം, അവയർനെസ്, ഞാൻ എന്നെ അറിയുന്നു, ആ അവയർനെസ് ആ ദൈവം. അത് യൂണിവേഴ്സൽ കോൺഷ്യസ്നസിന്റെ ഭാഗമാണ്. അത് ക്രിസ്തു അറിഞ്ഞതുകൊണ്ടാ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് അവൻ അവിടെ പറഞ്ഞ് തല്ലു വാങ്ങിച്ചത്. അത് തന്നെ ശബരിമല എഴുതിയേക്കുന്നത്, തത്വമസി, അത് നീ തന്നെയാകുന്നു. ഏത് നീ തന്നെയാകുന്നു എന്നൊരു ചോദ്യം ഉടൻ വരും. അഹം, നിന്നിലെ അഹം, അത് ബ്രഹ്മമാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് ഉത്തരം വരുന്നുണ്ട്. ഈ അറിയുന്ന ജ്ഞാനമാണ് പ്രജ്ഞാനം ബ്രഹ്മം. എന്തിനെക്കുറിച്ച്? ചൊവ്വായിലെന്തിരിക്കുന്നു, വ്യാഴത്തിൽ നിന്ന് ചൊവ്വായിലേക്ക് എത്ര കിലോമീറ്റർ സ്പീഡുണ്ട്, സൂര്യനിലെ എത്ര ഹീലിയവും ഹൈഡ്രജൻ ഗ്യാസ് കത്തുന്നുണ്ട് എന്നുള്ളതൊന്നും അറിഞ്ഞിട്ട് സ്വയം അറിയാതിരുന്നാൽ നീ ഒരു ആനമണ്ടനാ. നീ എന്തിനു വന്നു, എങ്ങനെ ആയിത്തീർന്നു, നിന്നെ ആരയച്ചു, എങ്ങനെ അയച്ചു, നീ വിരിഞ്ഞതാണോ ഇവിടെ, അതോ സൃഷ്ടിക്കപ്പെട്ടതാണോ, നിന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടോ, അതോ നീ പ്രകൃതിയിൽ നിന്ന് താനെ വിരിഞ്ഞതാണോ എന്നുള്ള 100,000 കാര്യങ്ങള് ഗീതയിലെ 700 ശ്ലോകങ്ങളിൽ കൂടെ ലോക മനസാക്ഷിക്ക് ഭഗവാൻ കൊടുത്തതാണ്. ഇതിൽ കൂടി ഒരു പ്രിന്റഡ് ടെക്സ്റ്റ് കാലത്തിനും മനസ്സിനും പഠിക്കാനില്ല. അതുകൊണ്ട് ഗീത കമ്പൽസറി വിഷയമാക്കണം. എന്റെ ഒരു പാട്ട് തന്നെ ഇതിനകത്തെ ലോകമേ ഗീത പാടുന്നതാണ്. അതുകൊണ്ട് കഴിഞ്ഞ മാസം ഫേസ്ബുക്കിലും എല്ലാം വന്നു, ഡെൻമാർക്കിലെ ഓരോ സ്കൂളുകളിലും കൊച്ചു പിള്ളേരെ ഭഗവത്ഗീതയുടെ ഒരു പുസ്തകവും എടുത്തുകൊണ്ട് പോകുന്ന പടമായിട്ടേക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കോരിത്തരിച്ചു. ഒരു വട്ടനെ പോലെ ഞാനത് ഫേസ്ബുക്കിലെല്ലാം അത് ഞാൻ പടർത്തി. ലോകത്തിലേറ്റവും അഭിമാനം ഞാൻ കൊള്ളുന്ന ആ തീരുമാനം അവരെടുത്തത്. അതെന്റെ കലഞ്ഞൂർ സ്കൂളിൽ എന്ന് വരും.
കേരളത്തിൽ എന്ന് വരും, ഇന്ത്യയിൽ എങ്ങനെ വരും? അന്നേരം ഗോപാലകൃഷ്ണന്റെ സന്ദേശമാണ് ഹൃദയങ്ങൾ ഏറ്റുവാങ്ങേണ്ടത്. അല്ല പശുവിന്റെ പുറകെ നടക്കുമല്ല, പശുവിനെ ആരെങ്കിലും കൊന്നോട്ട് തിന്നോട്ടെ, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഗോപാലകൃഷ്ണൻ എന്ത് പറയുന്നു അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് RSSകാര് പശുവിന്റെ പുറകെ പോകാതെ ഗീത പഠിച്ചാട്ട്, BJPക്കാർ ഗീത പഠിച്ചാട്ട്, അങ്ങനെ അന്നേ ഭാരതം നിങ്ങൾക്ക് സ്വർഗമാക്കാനൊക്കും. ഇത് വേദങ്ങളുടെ നാടാ, അറിവിന്റെ നാടാ. നളന്ദ, തക്ഷശില എന്നുള്ള വേൾഡിന്റെ യൂണിവേഴ്സിറ്റികളായിരുന്നു ഇത്. അതുകൊണ്ട് ആ ക്രിസ്തു വന്ന് 12ാമത്തെ വയസ്സിൽ അവിടുന്ന് മുങ്ങിയ ചെറുപ്പക്കാരന് 30 വയസ്സ് വരെ ഇവിടെ വന്ന് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം പഠിച്ചതുകൊണ്ടാണ് ഞാനും പിതാവും ഒന്നാകുന്നു, എന്നിലെ എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ആ അറിവ്, സ്വയം ദൈവമാകുന്ന അറിവ്, സ്വയം ബ്രഹ്മമാണെന്ന് അറിയിക്കുന്ന മതവും ദർശനവും കൂടെ ഉണ്ടായതുകൊണ്ടാണ്, അന്ന് ക്രിസ്തു കൂടെ ഒന്ന് പഠിച്ചതുകൊണ്ടാണ് അത് പറഞ്ഞത്. ക്രിസ്തു യഹൂദനാണെങ്കിലും അവൻ ഹിന്ദുമത ആചാരക്കാരനായിരുന്നു, ഹിന്ദുമതത്തിന്റെ അറിവായിരുന്നു എന്റെ കർത്താവ് പറഞ്ഞത്. ഗീത പഠിക്കാത്ത കത്തനാർക്ക് ഇതൊരിക്കലും ജനത്തിന് പറഞ്ഞു കൊടുക്കാനൊക്കത്തില്ല. ഈശൻ ഉള്ളിലുണ്ടെന്നാരും പറഞ്ഞു തന്നില്ല പള്ളിയിൽ. അതാ ഞങ്ങളുടെ ട്രാജഡി. ഈശൻ ഉള്ളിലുണ്ടെന്നാരും പറഞ്ഞു തന്നില്ല പള്ളിയിൽ. പഠിപ്പുള്ളവരുണ്ടാകേണ്ടേ ഗുരുക്കളാകാൻ. മലയാളം വായിക്കാൻ അറിയാവുന്ന ഏത് ബടുവായിക്കും കത്തനാരായിട്ട് ഞങ്ങളെ ഓഹോ ചെയ്യാനൊക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ അധപ്പതിച്ചേക്കാണ്. യാതൊരു സെലക്ഷനും ക്രൈറ്റീരിയയും ഇല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് യുവമാരുടെ വരിയെടുത്തേച്ചേ ഇനി കുപ്പായം കൊടുക്കാവേ എന്നാ, റോബിനച്ചന്മാരുണ്ടാവാതിരിക്കാൻ. സന്യാസിയുടെയും ഞാൻ ചെത്തിയല്ലോ, നല്ല കാര്യം. ഇവരുടെ എല്ലാം ചെത്തിയെടുക്കണം. ഇതൊന്നുമല്ല മതം, ഇതൊന്നുമല്ല ജനത്തെ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന വഴികളും. ഇത് മോസ്റ്റ് മിസ്ഗൈഡഡ് പീപ്പിൾ ഇൻ ദി പ്ലാനറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി. കാരണം ക്രിസ്തു പറഞ്ഞതിന്റെ മർമ്മങ്ങള് ഇവന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അനന്യനായ ദൈവത്തെ, ഞാനെന്ന ബോധത്തെ എന്നിൽ നിന്ന് അന്യമാക്കി അവനോട് തരണേ തരണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിപ്പിക്കുന്ന, എന്ന് പറഞ്ഞാൽ അനന്യനായ ദൈവത്തെ അന്യനാക്കി തന്ന അന്യായക്കാരന്മാരാ പുരോഹിതവർഗം എന്ന് ഞാൻ മരണം വരെ പറയും. അത് സത്യമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃഷ്ണനെ പരിചയപ്പെട്ടതിലേ കൊത്തു, ഗീത പഠിച്ചാലേ കൊത്തു. ഗീതയുടെ ഹൃദയങ്ങളിൽ ആ തത്വം ഏറ്റുവാങ്ങിയാൽ നീ പിന്നെ വീണ്ടും അയ്യപ്പോ സ്വാമി എന്ന് പറഞ്ഞ് അങ്ങോട്ട് നടക്കത്തില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി, അത് നീ തന്നെ ആകുന്നു, വരണ്ടായി നീ ഇങ്ങോട്ട്. നിന്നെ അറിഞ്ഞ് നീ ക്രിസ്തു പറഞ്ഞതുപോലെ നല്ല ശമരിയാക്കാരനായിട്ട് ത്യാഗ മനോഭാവമായിട്ട് ത്യാഗത്തിൽ കൂടെ സുഖിക്കാൻ പഠിക്കണം. നിങ്ങൾ യാഗവും ബലിയും അർച്ചനയും കൊടിമരവും വഴിനള്ളത്തും പെരുന്നാളും ഉത്സവവും ഒന്നും അല്ല വേണ്ടിയത്. സഹോദരനെ സ്നേഹിക്കുന്നു, അയൽക്കാരനെ സ്നേഹിക്കുന്നു. അങ്ങനെ വരട്ടെ. അതിന് ഗീത മനുഷ്യ മനസ്സുകളിൽ മനസ്സുള്ള സർവ്വമോനും പഠിക്കണം ഗീത. ആർക്ക് മനസ്സുണ്ട് അവൻ ആദ്യം മനസ്സിനെ കുറിച്ച് പഠിക്കട്ടെ. അതിനായുള്ള ടെക്സ്റ്റ് ഗീതയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാ എന്റെ വാദം. ശരി, താങ്ക് യു. വലിയ സന്തോഷം ഇങ്ങനെ ഒരു അഭിമുഖം തന്നതിലും. ഞാൻ എന്റെ അഭിപ്രായം എന്റെ ഫേസ്ബുക്കിലൂടെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. എന്നെ തിരിച്ചറിഞ്ഞതിന് നന്ദി. ശരി, താങ്ക് യു.